കാരുണ്യമുള്ള മനസ്സിൽ നിന്ന് ചില കരുണയുടെ വാക്കുകൾ കടന്നു വരാറുള്ളത്. സാക്ഷാൽ ഇന്നലെ ഷാർജയിൽ നടന്ന ലൂലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടന സമയത്ത് ഒരു ചെറിയ കുട്ടിയുടെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുത്തത് ഇങ്ങനെയായിരുന്നു. ബഹുമാന്യനായ MA യൂസുഫ് അലി സർ എല്ലാ ആളുകൾക്കും പരിചയമുള്ള ആളാണ്. ആ കുട്ടിയോട് ചോദിച്ചു, അല്ല കുട്ടി, നിനക്ക് കളിക്കാൻ എന്താണ് ടോയ്സ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ മറുപടി അതല്ലായിരുന്നു. എല്ലാ ആളുകളെയും ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള മറുപടിയായിരുന്നു. ആ കുട്ടി പറഞ്ഞത്, സർ എനിക്ക് വേണ്ടത് iPhone 17 ആണെന്ന് പറഞ്ഞപ്പോൾ ആ മറുപടിയെ പുഞ്ചിരിയായി ഏറ്റെടുത്തുകൊണ്ട് ആളുകളെ അത്ഭുതപ്പെടുത്തി നേരെ കുതിച്ചു കയറുകയാണ് ബഹുമാന്യനായ MA യൂസുഫ് അലി സർ. നേരെ പോയത് iPhone സെക്ഷനിലേക്കാണ്. അവിടെ നിന്ന് 1-ാം നമ്പർ മുന്തിയ iPhone 17 തന്നെ വാങ്ങിക്കൊടുത്തു. സർ, അങ്ങ് ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ലോകം ഇന്ന് വീക്ഷിക്കുന്നുണ്ട്. പാവപ്പെട്ടവരെ കോർത്തുപിടിക്കുകയും വീടില്ലാത്തവർക്ക്, പണമില്ലാത്തവർക്ക്, ശരിക്കും ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം കിട്ടാത്ത ആളുകൾക്ക് അവരെല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സർ ഇന്ന് നയിക്കുന്ന നിങ്ങളുടെ ഈ സ്ഥാപനങ്ങളും വളർച്ചയിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ കാരണം അങ്ങ് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യവും പാവപ്പെട്ടവരെയും കരുണയുടെ വാക്കുകളെ കൊണ്ടു, കരുണയുടെ മനസ്സുകളെ കൊണ്ടു ഏറ്റെടുത്ത കാരണം കൊണ്ട് മാത്രമാണ്. അങ്ങയുടെ വാക്ക്, അങ്ങയുടെ മനസ്സ്, അങ്ങയുടെ പേര് ഇന്ന് ലോക ജനതയുടെ മനസ്സിൽ ഇന്ന് കവർന്നു പിടിച്ചിരിക്കുകയാണ്. സർ, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു. പാവപ്പെട്ടവരെ കണ്ടറിഞ്ഞ് സഹായിക്കുകയും അവരെ കോർത്തു പിടിക്കുകയും പാവപ്പെട്ടവരുടെ കൂടെ ജീവിക്കുന്ന ആളായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ടവരെ കണ്ടറിഞ്ഞ് സഹായിക്കുമ്പോൾ ഉണ്ടാകുന്ന അതൊരു ഹാപ്പിനെസ് താങ്കൾക്ക് കിട്ടിപ്പോയതിൽ വലിയ സന്തോഷമാണ്. അങ്ങേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുകയുള്ളൂ. ലോകത്ത് ഞങ്ങൾ കുറേ ശതകോടീശ്വരന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങേപ്പോലെ പാവപ്പെട്ടവരെ മാത്രം ചേർത്ത് പിടിക്കുന്ന കോടീശ്വരന്മാരെ ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല. അങ്ങയുടെ ജീവിതത്തിലേക്ക് അല്ലാഹു തആല ഖൈറുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ, സമ്പത്തുകളിൽ അല്ലാഹു തആല ഐശ്വര്യങ്ങൾ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലത് നമുക്ക് താങ്കൾക്ക് വേറൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ഓക്കെ.